ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു മാസമൊക്കെ നല്ല ഫ്ലേവറോടുകൂടി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിപ്പോൾ വെളുത്തുള്ളിനേക്കാൾ കുറവാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ നല്ലോണം വേണമെന്നാണെങ്കിൽ സെയിം അളവിലെടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചി ഒരു 1/4 കപ്പ് ഉണ്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അതുപോലെ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ ഉപ്പിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെട്ടെന്നൊന്നും കേടാവാതിരിക്കാനും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് നാൾ വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചി ഇവിടെ നന്നായി ക്രഷായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജിഞ്ചർ കുറച്ചുകൂടി ടൈം എടുക്കും ഗാർലിക്കിനേക്കാളും അരിഞ്ഞ് കിട്ടാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന 2 ടീസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് ആകുന്നത് വരെ അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഇതിപ്പോൾ ഒരു 30 ദിവസം, ഒരു മാസമൊക്കെ നല്ലതായിട്ട് നല്ല ഫ്ലേവറൊന്നും നഷ്ടപ്പെടാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല ശ്രദ്ധിച്ചാൽ മതി. ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് സൂക്ഷിക്കുന്ന കണ്ടെയ്നർ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ് ജാറിലാണ് സൂക്ഷിക്കുന്നത്. ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാലും മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുടങ്ങാതെ കാണാൻ കഴിയൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.